ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഹെയർ ബാൻഡ് ട്യൂട്ടോറിയലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ക്ലോത്തും പിന്നെ കുറച്ച് ബ്ലാക്ക് കളറിലുള്ള ഇലാസ്റ്റിക്കും എടുത്തിട്ടുണ്ട്. ഇതൊരു സീക്വൻസ് വർക്കുള്ള മെറ്റീരിയലാണ്. ഇത് വെച്ചിട്ടാണ് ഹെയർ ബോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 ഇഞ്ചസും വിഡ്ത്ത് 3.5 ഇഞ്ചസുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനെ ഇതുപോലെ ഫോൾഡ് ചെയ്യണം, നല്ല ഭാഗം ഉള്ളിലോട്ടാക്കിയിട്ട്. ഇനി ഇതിൻ്റെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുക്കുക അല്ലെങ്കിൽ തുന്നി കൊടുത്താലും മതി. അപ്പോൾ ഞാനിത് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം മാത്രം ഇങ്ങനെ ഓപ്പൺ ആക്കി കൊടുത്തതാണ്. ഇനി ഇതിന് നല്ല ഭാഗം ഇങ്ങനെ പുറത്തേക്ക് വലിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് അതിനെ പുറത്തേക്ക് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്തൊക്കെ ഇതുപോലെ പെൻസിലോ അല്ലെങ്കിൽ കത്രികയോ വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. അതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് ഷാർപ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഇലാസ്റ്റിക്കിൽ നിന്ന് നമ്മുടെ ഹെയർ ബാൻഡിന് ആവശ്യമായിട്ടുള്ള ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇത് 1/4 ഇഞ്ച് വരെയുള്ള ഇലാസ്റ്റിക്കാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബോണ്ട് ഷേപ്പിലാക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് അതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലൂടെ നമുക്കൊന്ന് തുന്നി കൊടുക്കാം. അപ്പോൾ അത് തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ആ നൂലൊക്കെ ഒന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ചെറിയൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ സെൻറ്ററിൽ ഇത് അതുപോലെ ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും തുന്നി കൊടുക്കാം. ഇനി ഈ ഒരു ബോനെ ഇലാസ്റ്റിക്കിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇലാസ്റ്റിക്കിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എവിടെയാണ് ഈ ബോ വരേണ്ടത് അവിടെ നമ്മളിത് അതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സൂചി വെച്ചിട്ട് അങ്ങനെ തുന്നി കൊടുക്കാം. അപ്പോൾ ഈ ബോ ഇലാസ്റ്റിക്കിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഇലാസ്റ്റിക്കിൻ്റെ 2 എൻഡ് സൈഡും അതുപോലെ ഒരുമിച്ച് പിടിച്ചിട്ട് വീണ്ടും തുന്നി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ബോ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ബോയാണ്. കുഞ്ഞു കുട്ടികളുടെ തലയിലൊക്കെ വെച്ച് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഈ കാണുന്ന റെഡ് കളറിലുള്ള ബോയും ഞാൻ ഇതുപോലെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.